ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 14-ാം അധ്യായമായ ഗുണത്രയ വിഭാഗയോഗത്തിലെ 14 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 15-ാമത്തെ ശ്ലോകം നോക്കാം. രജസി പ്രലയം ഗത്വാ കർമ്മസംഗീഷു ജായതേ തഥാ പ്രലീനസ്തമസി മൂഢയോനിഷു ജായതേ. രജസി, രജോഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ, പ്രലയം ഗത്വാ, ശരീരം വിട്ടു പോകുന്നവർ, മരണപ്പെടുന്നവർ, കർമ്മസംഗീഷു, കർമ്മനിരതന്മാരുടെ ഇടയിൽ, ജായതേ, ജനിക്കുന്നു, തഥാ, അതുപോലെ, തമസി, തമസ് വർദ്ധിച്ചിരിക്കുമ്പോൾ, അതായത് തമോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ, പ്രലീന, മരണപ്പെടുന്നവർ, മൂഢയോനീഷു, മൂഢന്മാരുടെ ഇടയിൽ അഥവാ നീചന്മാരുടെ ഇടയിൽ, വിശേഷബുദ്ധി ഇല്ലാത്തവരായി, ജായതേ, ജനിക്കുന്നു. രജോഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ ശരീരം വിട്ടു പോകുന്നവർ കർമ്മനിരതന്മാരുടെ ഇടയിൽ ജനിക്കുന്നു. അതുപോലെ തമസ് വർദ്ധിച്ചിരിക്കുമ്പോൾ, തമോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ മരിക്കുന്നവർ മൂഢന്മാരുടെ ഇടയിൽ അഥവാ നീചന്മാരുടെ ഇടയിൽ വിശേഷബുദ്ധി ഇല്ലാത്തവരായി ജനിക്കുന്നു. രജോഗുണം വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥയിൽ മരണപ്പെടുന്നവർ രജോഗുണസമ്പന്നമായ ചുറ്റുപാടിൽ വീണ്ടും ജനിക്കുന്നു. കർമ്മനിരതരായവരുടെ, ഭൗതിക സുഖകാംക്ഷികളായവരുടെ കുടുംബത്തിൽ വന്നു പിറക്കുന്നു. പൂർവജന്മത്തിലെ പ്രവൃത്തികൾ വീണ്ടും ആവർത്തിക്കുന്നു. എന്നാൽ തമോ ഗുണപ്രധാനികളായവർ മരിക്കുമ്പോൾ അധോഗതി സംഭവിക്കുന്നു. പൂർവജന്മത്തേക്കാൾ തമോമയമായ അവസ്ഥയെ പ്രാപിക്കുന്നു. മൃഗതുല്യമായ നീചജന്മം ലഭിക്കുന്നു. ഒരുപക്ഷെ മനുഷ്യജന്മം തന്നെ ലഭിച്ചെന്ന് വരില്ല. വിശേഷബുദ്ധിയില്ലാത്ത പക്ഷിമൃഗാദികളായി പോലും പുനർജനിച്ചേക്കാം. മനുഷ്യജന്മം ലഭിച്ചാൽ പിന്നെ താഴ്ന്ന പടികളിലേക്ക്, മൃഗജന്മങ്ങളിലേക്ക് പതിക്കുകയില്ല എന്ന് ധരിക്കരുത്. തമോ ഗുണം അധികമാകുമ്പോൾ മരണശേഷം അതിലും താഴ്ന്ന ജീവിവർഗങ്ങളിൽ പുനർജനിച്ചേക്കാം എന്ന് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നു. വീണ്ടും മനുഷ്യജന്മം ലഭിച്ച് നിരവധി ജന്മങ്ങളിലൂടെ കടന്ന് സാത്വിക ഭാവം കൈവരിച്ച് ആത്മജ്ഞാനം നേടി വേണം മുക്തിയിലേക്ക് എത്തുവാൻ. അതുകൊണ്ട് ഇന്ന് ലഭിച്ചിരിക്കുന്ന മർത്യജന്മത്തെ ഗൗരവത്തോടെ കണ്ട് സത്വഗുണം പോഷിപ്പിച്ച് ത്രിഗുണങ്ങളെയും അതിക്രമിച്ച് മുക്തിമാർഗത്തിലെത്തുവാൻ മനുഷ്യൻ പരിശ്രമിക്കണം. മർത്യജന്മത്തിൻ്റെ ലക്ഷ്യം അതാണ്, മുക്തിയെ പ്രാപിക്കുക. അതിന് ഈ ത്രിഗുണങ്ങളിൽ സത്വഗുണം പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.